റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിന് പിന്നാലെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് CPM നേതാവ് P. ജയരാജൻ. കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രതിയായിരുന്നു റവാഡ. പുതിയ DGP തീരുമാനിച്ച സർക്കാരാണെന്നും ജയരാജൻ പറഞ്ഞു. യോഗേഷ് ഗുപ്തയെ നിയമിക്കാത്തത് എന്തുകൊണ്ട് ആണ് എന്ന് സർക്കാരിനോട് ചോദിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതല ഏറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ 25-ന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും. അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ. അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ്. DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് വന്നത്. മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത്. അപ്പോഴാണ് വെടിവെപ്പുണ്ടായത്. അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രവത ചന്ദ്രശേഖരൻ. അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെട്ട 3 പേരിൽ 2 പേര്, ഒന്ന് നിതിൻ അഗർവാളാണ്, മറ്റൊന്ന് രവതയാണ്. ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല. അത് ഗവൺമെൻറ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ്. സെയ്ഫ് സൈനുലാബിദ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സെയ്ഫ്, ഇവിടെ നിതിൻ അഗർവാളിനെതിരെയും രവടയ്ക്കെതിരെയും കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടും കൂത്തുപറമ്പിലെ DFIക്കാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടും ജയരാജന് പരാതിയുണ്ട്. യോഗേഷ് ഗുപ്തയെക്കുറിച്ച് സർക്കാരിനാണ് പരാതി. യോഗേഷ് ഗുപ്ത എന്തെങ്കിലും കളങ്കിതനാണോ എന്ന കാര്യത്തിൽ P. ജയരാജന് തീർപ്പില്ല. അത് സർക്കാരിനോട് ചോദിക്കണം, അദ്ദേഹത്തെ നിയമിക്കാത്തതെന്ന് ചോദിക്കുന്നു. എന്തായിരിക്കും ജയരാജൻ ഉദ്ദേശിക്കുന്നത്? ജയരാജൻ ഒരു കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു പാർട്ടിക്കാരൻ, കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ കണ്ണൂരുകാർ അല്ലെങ്കിൽ CPMക്കാർ അതിവൈകാരികമായി കാണുന്ന സംഭവമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അതിന് കാരണക്കാരനായ ഒരാൾ, അതിന് വെടിവെപ്പിന് ഉത്തരവിട്ട ഒരാൾ, അദ്ദേഹം അതിൻ്റെ പേരിൽ സസ്പെൻഷനിലായ ആളാണ്. പിന്നീട് കേസിൽ പ്രതിയായിട്ടുണ്ട്. നിതിൻ അഗർവാളിൻ്റെ കാര്യവും ഇദ്ദേഹത്തിൻ്റെ കാര്യവും ഏതാണ്ട് ഒരേപോലെയാണ്. അതിലുള്ളൊരു അതൃപ്തി പറയാതെ പറഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പരസ്യമായ ഒരു വിമർശനമെന്നോ പരസ്യമായ ഒരു എതിർപ്പ് രേഖപ്പെടുത്തലെന്നോ അദ്ദേഹത്തിന്റെ വാക്കുകൾ, P. ജയരാജന്റെ വാക്കുകളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ എവിടെയോ അദ്ദേഹം എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പരസ്യമായ ഒരു എതിർപ്പിലേക്ക് പോകുന്നില്ല. ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല, ഇത് നയപരമായ തീരുമാനമാണ്. നയപരമായ തീരുമാനം 3 പേരിൽ നിന്ന് ഒരാൾ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തു. പക്ഷേ ആ 2 പേരും, ഇതിൽ ആദ്യത്തെ 2 പേരുകാരും കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട് നിലനിന്ന ആൾക്കാരാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പരസ്യമായ എതിർപ്പിലേക്ക് അദ്ദേഹം പോകുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്, കൂത്തുപറമ്പുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് രേഖപ്പെടുത്താൻ പോകുന്നത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും. എന്തായാലും അടുത്ത സംസ്ഥാന കമ്മിറ്റി ഉടനെ ഒന്നും ചേരുന്നില്ല. അടുത്ത സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും. അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം രേഖപ്പെടുത്തുക. പരസ്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നും ഇല്ല. എന്തായാലും ആ തീരുമാനം അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമോ എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സംസ്ഥാന പോലീസ് മേധാവിമാരെ സാധാരണഗതിയിൽ നിയമിക്കുമ്പോൾ മുഖ്യമന്ത്രി അത് പാർട്ടിയുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. റവാഡ ചന്ദ്രശേഖരൻ നിയമിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും അത് വലിയ ചർച്ചകളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പാർട്ടി നേതൃത്വത്തിന്റെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ നേതൃതലത്തിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കമ്മിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ അതിനകത്തൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത്. 3 പേരാണ് സംസ്ഥാനത്തിന്റെ പരിഗണനയിലുണ്ടായിരുന്നത്. നിതിൻ അഗർവാളിന്റെ, റവാഡയുടെയും അതേപോലെ തന്നെ യോഗേഷ് ഗുപ്തയുടെയും. അതിൽ 2ാമത്തെ പേരുകാരനായ 91 ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. നിലവിൽ IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച് വരികയാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് കൊണ്ട് ചുമതല ഏറ്റെടുക്കാൻ ഒരു 3-4 ദിവസം കൂടി കഴിയും. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേശനാണ് താൽക്കാലികമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. റവാഡ ചന്ദ്രശേഖരൻ ചുമതല ഏറ്റെടുക്കുന്നതുവരെ H. വെങ്കടേഷ് ആയിരിക്കും ക്രമസമാധാന ചുമതലയ്ക്കൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ പദവി കൂടി വഹിക്കുക. അജിംസ്, സെയ്ഫ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ അനിഷ്ടത്തിന് ഒരു കാരണം PP ദിവ്യക്കെതിരായിട്ടുള്ള
സാമ്പത്തിക കുറ്റകൃത്യത്തിന് അന്വേഷിക്കണമെന്ന ശുപാർശ നൽകി. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ CBI കൈമാറി. ഈ രണ്ട് കാര്യവുമാണ്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിലും ജയരാജന് വിരുദ്ധാഭിപ്രായമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ജയരാജന് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ പരസ്യമായ എതിർപ്പ് രേഖപ്പെടുത്തുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം ഈ രണ്ട് പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നിതിൻ അഗർവാളിന്റെ പേരും അതുപോലെ തന്നെ റവാഡ ചന്ദ്രശേഖരന്റെ പേരും. ഇവർ രണ്ടുപേരും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരാണ്. നിതിൻ അഗർവാൾ ആണെങ്കിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുകുമാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹവും റവാഡ ചന്ദ്രശേഖരനും പ്രതിയാണ്. യോഗേഷ് ഗുപ്തയുടെ പേര് അദ്ദേഹം എടുത്തു പറയുന്നില്ല. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MR അജിത് കുമാറിന് ഒരുപാട് സംരക്ഷണം ഒരുക്കുന്നു എന്ന് വിമർശനം ഉന്നയിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന് യോഗേഷ് ഗുപ്ത ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തുമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ വാചകം പറയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. ഈ നേരത്തെ അജിംസ് സൂചിപ്പിച്ച ഈ രണ്ട് വിഷയത്തിലും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോട് അല്ലെങ്കിൽ പാർട്ടിയുടെ ആ തീരുമാനത്തോട് അദ്ദേഹത്തെ മാറ്റി ഒതുക്കാനുള്ള ആ തീരുമാനത്തോട് ചിലപ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ P ജയരാജൻ അങ്ങനെ പരസ്യമായി വന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം പൊതുവേദിയിൽ ഉന്നയിക്കുന്ന ആളല്ല. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ പറയും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് MV ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് MV ഗോവിന്ദനെ വിമർശിക്കുന്നു, മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് അമിത സംരക്ഷണം MR അജിത് കുമാറിന് ഒരുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിലും ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ P ജയരാജനുമായി ബന്ധപ്പെട്ട് വൈദേക റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് വിമർശനം ഉന്നയിച്ചത്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയുന്ന ആളായതുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായേക്കാം, പക്ഷെ അത് പരസ്യമായി പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.